അപ്പോൾ നമ്മുടെ ഗസ്റ്റും എല്ലാവരും റെഡി ആയിട്ടുണ്ട്. സോ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ഔദ്യോഗികമായി സ്വാഗതം പറയാൻ വേണ്ടി ഋത്വിക്കിനെ സ്വാഗതം ചെയ്യുന്നു. ഗുഡ് ഈവനിങ്. കേൾക്കാമല്ലോ? ഹലോ, പറഞ്ഞോളൂ. ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. SFI യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭഗത് സിംഗ് സ്റ്റഡി സർക്കിൾ നടത്തുന്ന നോ മോർ അബൌട്ട് മോക്ക് പാർലമെന്റ് എന്ന വെബിനാർ സെഷനിലേക്ക് ആദ്യം തന്നെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ അതിഥി അഡ്വക്കേറ്റ് നിഖിൽ നമ്മുടെ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് തന്നെ ഡിബേറ്റ് ക്ലബിന്റെയും എക്സലൻസി ക്ലബിന്റെയും ഒക്കെ കോർഡിനേറ്റർ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അദ്ദേഹം സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുകയാണ്. അഡ്വക്കേറ്റ് നിഖിലിനെ ഈ വെബിനാർ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷൻ ഗായത്രി ജെയ്സണെയും ഈ വെബിനാർ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇവിടെ പങ്കെടുക്കുന്ന SFI യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ, ഭഗത് സിംഗ് സ്റ്റഡി സർക്കിളിന്റെ കോർഡിനേറ്റേഴ്സ് എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ പങ്കെടുക്കുന്ന എല്ലാ ആൾക്കാരെയും, ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മോക്ക് പാർലമെന്റിനെ പറ്റി മോക്ക് പാർലമെന്റ് SFI സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ എന്താണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും, നമ്മളെ നിയമ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന നമ്മളെല്ലാവർക്കും ഈ വിഷയത്തിന്റെ ഒരു അവബോധം ഉണ്ടാക്കുക എന്നതാണ്. പാർലമെന്റിനെ പറ്റി നമ്മൾ വാർത്തകളിലൊക്കെ കേൾക്കാറുണ്ട്. പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കുന്നു, വിദ്യാഭ്യാസ ബില്ല് വരുന്നു എന്നറിയുന്നു, ലേബർ കോഡ് വരുന്നു എന്നറിയുന്നു, ഇതിനെതിരെ ഒരു വിഭാഗം പ്രതിഷേധിക്കുന്നു എന്നറിയുന്നു. അപ്പൊ ഇതിന്റെ പ്രൊസീജിയറുകൾ, ചട്ടങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് എന്ന് നമുക്ക് ഒരു മോക്ക് പാർലമെന്റിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഇത് നമ്മൾ മാത്രം, ഒരു നിയമ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നമ്മൾ മാത്രം അറിയേണ്ടിരുന്ന കാര്യങ്ങളല്ല, ഒരു പൗരന് അറിയേണ്ട കാര്യങ്ങളാണ്. എന്താണ് പാർലമെന്റിൽ നടക്കുന്നത് എന്നതൊക്കെ. ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് 303 അംഗസംഖ്യയോടെ NDA ഗവൺമെന്റ് ആണ്. ഒരുപാട് മനുഷ്യത്വ വിരുദ്ധമായ ബില്ലുകളൊക്കെ പാസ്സായിക്കൊണ്ടിരിക്കുന്നു, അതിനെതിരെ പ്രതിഷേധങ്ങൾ നടക്കുന്നു. അപ്പൊ ഇതിനെയൊക്കെ വിമർശിക്കണമെങ്കിൽ പോലും ഈ ചട്ടങ്ങളെ പറ്റിയും ഇതിന്റെ പ്രൊസീജിയറുകളെ പറ്റിയും ഇത് ഈ ബില്ല് എന്തിനാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം നമുക്ക് ഇതിലൂടെ സാധ്യമാവുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ ഇൻഡക്ഷൻ ക്ലാസ് എന്തിനാണെന്ന് നോക്കുമ്പോൾ, പ്രധാനമായും നമ്മൾ പങ്കെടുക്കുന്നവരാണ് ഈ പരിപാടിയെ നല്ല രീതിയിൽ വിജയകരമാക്കുന്നത്. അതായത് നമ്മൾ ഈ പരിപാടിയിൽ എങ്ങനെ പങ്കെടുക്കണം എന്നൊക്കെ ഈ ഇൻഡക്ഷൻ ക്ലാസ്സിലൂടെ മനസ്സിലാക്കി തരും എന്ന് പറയുന്നു. പിന്നെ ഒന്നുകൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അഭിവാദ്യങ്ങൾ. താങ്ക് യു ഋത്വിക്. അപ്പോ സെഷൻ നയിക്കാൻ വേണ്ടി അഡ്വക്കേറ്റ് നിഖിലിനെ വെൽക്കം ചെയ്യുന്നു. ഓഡിബിൾ ആണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖിൽ. ലോ കോളേജില് 2017 തൊട്ട് 2020 ബാച്ചിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. അപ്പം സെഷൻ നേരെ സ്റ്റാർട്ട് ചെയ്യാമല്ലോ അല്ലേ? ഹലോ 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 സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിന്റെ സൗണ്ട് ലേറ്റ് ആയിട്ടാണോ വരുന്നത്? കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പം ഇതിന്റെ എങ്ങനെയാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എനിക്ക് എന്റെ ഒന്ന് ഇൻട്രൊഡക്ഷൻ തരാമോ? നിങ്ങൾ എങ്ങനെ മോക്ക് പാർലമെന്റ് പ്ലാൻ ചെയ്യുന്നതെന്ന്? ഹലോ,
ഋത്വിക്, ഞാൻ ഓഡിബിൾ അല്ലേ? ഹലോ. ഓഡിബിൾ ആണ്. ഓക്കെ, ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ് വൃന്ദയുടെ ജോയിൻ ചെയ്തത്. നിഖിൽ ചേട്ടാ, നമ്മൾ വിചാരിക്കുന്നത് 60 പേരാണ് പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ളത്. അപ്പൊ അതിൽ ന്യൂട്രൽസും ഒപ്പോസിഷനും റൂളിംഗ് പാർട്ടിയും ഈ രീതിയിലാണ് മോക്ക് പാർലമെന്റ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഇപ്പോൾ പാർട്ടിസിപ്പൻസിനാണെങ്കിലും ഇവർക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്തൊക്കെ റെഫർ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഡക്ഷൻ ക്ലാസ് വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും ആണല്ലേ അപ്പം നമ്മുടെ നടത്താൻ പോകുന്ന മോക്ക് പാർലമെന്റിലെ മെമ്പർ ഓഫ് പാർലമെന്റ്. അപ്പം മോക്ക് പാർലമെന്റ് ആണോ അതോ മോക്ക് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണോ, എങ്ങനെയാ? മോക്ക് പാർലമെന്റ് ആയിട്ടാണ്. ഓക്കെ, അപ്പൊ യൂണിയൻ ഗവൺമെന്റ് ആയിട്ടാണ്. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. മോക്ക് പാർലമെന്റിന്റെ പ്രൊസീജിയർ എങ്ങനെയാന്ന് വെച്ചാൽ, സ്പീക്കറാണ് ആദ്യം എൻറ്റർ ചെയ്യുക. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നടത്തിയപ്പം കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി അതുകൊണ്ട് സ്റ്റാർട്ടിങ് തൊട്ട് പറയാം ഇതെങ്ങനെയാണ് എന്നുള്ള രീതിയിൽ. അപ്പം 60 ആണ് നിങ്ങളുടെ മോക്ക് പാർലമെന്റിന്റെ സ്ട്രെങ്ത്. അപ്പൊ അതിൽ നിങ്ങൾ ഒരു റൂളിംഗ് പാർട്ടിന്റെ റൂളിംഗ് കോയിലിഷൻ, പാർട്ടി അല്ല, റൂളിംഗ് കോയിലിഷന്റെ ഒരു സ്ട്രെങ്ത് എടുക്കും. ലെറ്റ്സ് സേ ദാറ്റ് ഈസ് 40. അതില് നിങ്ങൾ ഡിവൈഡ് ചെയ്യുന്ന ആൾക്കാർ, അത് മെമ്പേഴ്സ്, നിങ്ങളിൽ തന്നെ ഒരു ക്യാബിനറ്റ് ഉണ്ടാക്കും. ക്യാബിനറ്റ് എന്ന് വെച്ചാൽ there should be a prime minister who would be the leader of the coalition, ruling coalition. അത് കഴിഞ്ഞിട്ട് there should be a home minister, defense minister, അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിനിസ്ട്രി ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ തന്നെ ഡിവൈഡ് ചെയ്യാം, അതായത് റൂളിംഗ് കോalition ആൾക്കാർ. അത് കഴിഞ്ഞിട്ട് ഒപ്പോസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ, they will choose a opposition leader. So that is how it goes. And the first thing, the most important thing is that whenever you start a mock parliament, the opposition leader is the one who has to begin the entire session. Okay. So അങ്ങനെ ഇപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബില്ല് എന്താ? ബില്ല് നിങ്ങൾ പ്രീപോസ്ഡ് ആണോ? നിങ്ങൾ ഓൾറെഡി ഡിസൈഡ് ചെയ്തോ എന്ത് ബില്ലാ കൊണ്ടുവരുന്നതെന്ന്? ഹലോ, ഓക്കെ. അപ്പം യൂഷ്വലി എന്താ നടക്കുന്നത് വെച്ചാൽ, നമ്മള് റൂളിംഗ് പാർട്ടീനെ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, റൂളിംഗ് കോalitionനെ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരാണ് ഡിസൈഡ് ചെയ്യുന്നത് എന്ത് ബില്ലാണ് അവർ ഇമ്പോസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ള രീതിയിൽ. പക്ഷെ ടു മേക്ക് ഇറ്റ് മോർ ഇൻട്രസ്റ്റിംഗ്, നമ്മൾ തന്നെ ഒരു ബില്ല് ഡിസൈഡ് ചെയ്ത്, അതായത് ഇപ്പം ടോപ്പിക്കോ അല്ലെങ്കിൽ ഒരു ബില്ലോ ഡിസൈഡ് ചെയ്ത് റൂളിംഗ് പാർട്ടിക്ക് കൊടുക്കുകയാണ്. ലൈക്ക് ട്രൈ ടു ബ്രിങ് ഇറ്റ് ബിഫോർ ദ പാർലമെന്റ് ആൻഡ് പാസ് ദ ബിൽ. ദാറ്റ് ഈസ് എ മേജർ ടാസ്ക്. സോ ബില്ലിനെ പറ്റി നമ്മൾ റൂളിംഗ് പാർട്ടിക്ക് പറ്റി ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതേ ഡീറ്റെയിൽസ് എല്ലാ മെമ്പേഴ്സിനും, അതായത് ഒപ്പോസിഷനും ന്യൂട്രലും ആയിട്ടുള്ള ആൾക്കാർക്കും കൊടുക്കും. റൂളിംഗ് പാർട്ടിയിലെ മെമ്പേഴ്സ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ബിൽസിനെ പറ്റിയിട്ടുള്ള എല്ലാ പ്രോസും കോൺസും റിസർച്ച് ചെയ്യുക. റിസർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് മേക്ക് എ ഗുഡ് പ്രസന്റേഷൻ. അതായത് റൂളിംഗ് കോalitionലെ ടീം they will decide ആരൊക്കെയാ സംസാരിക്കാൻ പോകുന്നതെന്ന്. എല്ലാവരും സംസാരിക്കേണ്ട ആവശ്യമില്ല. It's not compulsory that everybody has to speak. The ruling coalition can decide. I mean, the entire team can decide who all are, good or better in presenting the bill. So what they have to do is that they have to prepare a presentation. If it's the new education policy or anything related to that, then they have to prepare a introduction. Then they have to prepare a content, and then they can decide who all will start speaking and all. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ രീതിയിൽ ഒരു മോക്ക് ബിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പാസ് ഇറ്റ് ഓൺ ടു ദ ഒപ്പോസിഷൻ പാർട്ടി. അറ്റ്ലീസ്റ്റ് ഗിവ് സം ടൈം ടു ദി ഒപ്പോസിഷൻ പാർട്ടി. അത് ഈ ഭാരവാഹികളെ ഡിസൈഡ് ചെയ്യണം എത്ര ദിവസത്തെ സമയമാണ് ഒപ്പോസിഷൻ പാർട്ടിക്ക് കിട്ടുക നിങ്ങളുടെ ബില്ലിനെ പറ്റി. സോ സിൻസ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അതുപോലത്തെ ബില്ലൊക്കെ ആകുമ്പോൾ ഇറ്റ് ഈസ് ഓൾറെഡി ദെയർ ഇൻ ദ ഇന്റർനെറ്റ്. സോ അത് തന്നെ എടുത്ത് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഗോസ്. അത് കഴിഞ്ഞിട്ട് ഒപ്പോസിഷൻ പാർട്ടി ഷുഡ് കം അപ്പ് വിത്ത് their own research, അതായത് എന്തൊക്കെ കോൺസ് ആണ് ഈ ബില്ലിലുള്ളത്. Then they will discuss
എന്നിട്ട് അവര് ഡിസൈഡ് ചെയ്യും അതിൽ എത്ര പേരാണ് സംസാരിക്കാൻ പോകുന്നത്, എത്ര പേരാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ. ഐ തിങ്ക് ഐ എം ക്ലിയർ നൗ. ഹലോ, ഞാൻ ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ചേട്ടാ ഇതിന് ഡീറ്റെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് ആഡ് ഓൺ ചെയ്യൂ. അപ്പം ലെറ്റ്സ് സേ നിങ്ങളിപ്പോൾ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിനെ പറ്റിയാണ് ബില്ല് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. സോ ഇതിലെന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് റീഡ് ഔട്ട് ദ ബെയർ ആക്ട്. ബില്ലാണെങ്കിലും ഇതാണെങ്കിലും ഇതിപ്പോ NEP പാസ് ആയി കഴിഞ്ഞല്ലോ. സോ യു വിൽ ഗെറ്റ് ദ ബെയർ ആക്ട് ഇൻ പാർലമെന്റിന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെജിസ്ലേറ്റീവിന്റെ പ്രോപ്പർ ബെയർ ആക്ട് കിട്ടും. അത് വായിക്കുക. അത് വായിച്ചു കഴിഞ്ഞിട്ട് റൂളിംഗ് പാർട്ടി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ റീസെന്റ് ആയിട്ടുള്ള ന്യൂസ് പേപ്പേഴ്സ് അതുപോലെ എന്തെങ്കിലും അതിനെ പറ്റിയിട്ടുള്ള ലൈക് there might be big news houses which have done their own research on that topic. നിങ്ങൾ അത് എടുക്കുക, എന്നിട്ട് അതിനെ പറ്റി കുറച്ചുകൂടി റിസർച്ച് ചെയ്തിട്ട് പ്രിപ്പയർ എ പ്രസന്റേഷൻ, ഷോർട്ട് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ. ലൈക്ക് ഇപ്പം 60 പേരുണ്ട്, 60 പേർക്ക് എല്ലാവർക്കും ഒരു 5 മിനിറ്റ് വെച്ച് സംസാരിക്കാനുള്ള സമയം ചിലപ്പോൾ കാണില്ല. സോ യു ഹാവ് ടു ബി ക്രിസ്പ് ആസ് വെൽ ആസ് യു ഹാവ് ടു ബി ബ്രീഫ് ആൻഡ് വെരി പ്രസന്റബിൾ. അതാണ് റൂളിംഗ് പാർട്ടി എന്താ പറയുക ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ ഒപ്പോസിഷൻ നോക്കേണ്ടതെന്ന് വെച്ചാൽ അതിൽ എന്തൊക്കെ പ്രാക്ടിക്കൽ ഫ്ലോസ് ആണുള്ളത്, ലൈക് പ്രാക്ടിക്കബിലിറ്റിനെ പറ്റിയൊക്കെ അതിനെപ്പറ്റിയാണ് അവർ റിസർച്ച് ചെയ്യേണ്ടത്. സെയിം എവറിഥിങ് ഗോസ് ത്രൂ ഇന്റർനെറ്റ് ഓൺലി. യു ഗൈസ് ഹാവ് ടു ടേക്ക് ഔട്ട് ദ ബെയർ ആക്ട്, then read the bear act and then come up with any issues. So ഇത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അല്ലാത്തതുകൊണ്ട് യൂണിയൻ പാൻ ഇന്ത്യ റിസർച്ച് വേണം നടത്താൻ. അതായത് ഇപ്പം ചില ക്ലോസുകൾ കാണും ഒരു ബില്ലില്. ലെറ്റ്സ് സേ ഒരു സ്റ്റേറ്റിന്റെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻഫർമേഷനോ അല്ലെങ്കിൽ അതുപോലത്തെ ബന്ധപ്പെട്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു ബില്ലുണ്ടെങ്കിൽ ആ സ്റ്റേറ്റിന്റെ ആൾക്കാരെ നിങ്ങൾക്ക് വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. അതായത് റൂളിംഗ് പാർട്ടി, അതായത് ഞാൻ ഈ സ്റ്റേറ്റിൽ നിന്നാണ്. ഇഫ് യു റിമെമ്പർ 370 മാറ്റിയ സമയത്ത് there was a speech given by the MP of Ladakh. അതുപോലത്തെ ഒക്കെ. സോ യു ഗൈസ് ക്യാൻ ചൂസ്. ലെറ്റ്സ് സേ ഇപ്പം NEP ആണെങ്കിൽ NEP ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന ഏതെങ്കിലും സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റിന്റെ ഒരു MP നെ നിർത്തിയിട്ട് ലെറ്റ് ഹിം സ്പീക്ക് ഫോർ 5 minutes. അങ്ങനെയൊക്കെ കുറച്ച് തിയേറ്ററിക്സ് ഉണ്ട്. You don't have to be, just a debate thing. You have to put in some theatrics. Also, the most important thing is that since you are a mock parliament, you are running a mock parliament, the prime minister should not be someone who is totally different from the original situation. അതായത് ഇപ്പം നമ്മുടെ എല്ലാവരുടെയും പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ആയതുകൊണ്ട് you cannot choose a woman to play that role. You have to choose a man. അങ്ങനെയൊക്കെ. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇപ്പൊ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണല്ലോ സംസാരിക്കുന്ന സമയത്ത് പാർലമെന്റിൽ. അതൊക്കെ ആ റൂളിംഗ് പാർട്ടിയിലെ പ്രൈം മിനിസ്റ്റർ കോപ്പി ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ there are extra marks for that. അതുപോലെ തന്നെ അവരുടെ വസ്ത്രശൈലി, if you are trying to imitate that, there are extra marks for that. അങ്ങനെയൊക്കെ. So you have to decide like, but you cannot use a real name. So if it's Narendra Modi, you cannot use Narendra Modi. Instead of that, you can use anything like Dharmendra Jodhiyo. അങ്ങനെ എന്തെങ്കിലും പേരൊക്കെ യൂസ് ചെയ്ത് you have to imitate them. That is how things goes. In a research സമയത്ത് you have to make sure that you read your bill. Ruling party has to make sure that they like opposing വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസേഴ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ പൊതുവെ നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഓപ്പോസിഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും മിക്കവാറും ആൻസേഴ്സ് ഇല്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ട്വിസ്റ്റ് ആൻഡ് ടേൺ. അതായത് ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ ചുമ്മാ ടൈം വേസ്റ്റ് ചെയ്യാനുള്ള രീതിയിലൊക്കെ ചെയ്യാം. ദാറ്റ് ഡിപെൻഡ്സ് അപ്പോൺ യുവർ വിറ്റ്. ആ സമയത്ത് നടക്കാൻ പോകുന്ന നിങ്ങളുടെ ഒരു എന്താ പറയാ ഒരു വിറ്റിനെ പോലെ ഇരിക്കും. അതായത് how you are going to face that question. അതുപോലെ ഇരിക്കും. പിന്നെ ഇപ്പൊ റൂളിംഗ് പാർട്ടി if they want they can have a party leader. See, if there are 2 people good speakers and you think that only one can become the prime minister, then you can do that. There's a party leader. So party leader വേണമെങ്കിൽ ഇപ്പം പാർട്ടിനെ പറ്റി വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഫേസ് ചെയ്യാം. He can give an answer. So that way also it can go. The opposition party has to make sure that their research is complete and everything is with a proof. So if they are coming with a question or if they are coming with a question, then they have to present the question to the speaker. ഇപ്പം ഒരു 4-5 ദിവസം മുന്നേ തന്നെ സ്പീക്കറിന്റെ കയ്യിൽ ആ ക്വസ്റ്റ്യൻസ് കിട്ടിയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ പാർലമെന്റ് നടക്കുന്ന സമയത്ത് അത് റേസ് ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് റേസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് റൂള്. But then you can do it. It depends upon your, the entire
എന്താ പറയുക ഓർഗനൈസിങ്ങിന്റെ ഒരു ഇതുപോലെ ഇരിക്കും. നിങ്ങൾക്ക് ആ സമയത്ത് സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയ ക്വസ്റ്റ്യൻസ് റേസ് ചെയ്യാം. അതിന് ഒരു റിക്വസ്റ്റ് കൊടുക്കേണ്ടി വരും. അതായത് ഇപ്പം പാർലമെന്റ് സെഷൻ തുറന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ ഒരു റെസ്ട്രിക്ഷൻ. So what you can do is that there will be chits, small papers that will be given to you all. നിങ്ങൾക്ക് എല്ലാവർക്കും ചെറിയ ചെറിയ രീതിയിലുള്ള പേപ്പർ കട്ട്സ് തരും. ആ പേപ്പർ കട്ട്സിൽ എഴുതിയിട്ട് വേണം സംസാരിക്കാൻ. അങ്ങനെയാണ് റൂള്. അതായത് ഇപ്പൊ സ്പീക്കറിന് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ യു cannot go to the speaker and say it. You have to write that to speaker and താഴെ your message and then from which MP enter എഴുതിയിട്ട് കൊടുക്കുക. So it will then the ball will come to the court of the speaker and then the speaker will decide if your question is relevant or not. അങ്ങനെയാണ് ഈ പ്രൊസീജിയർ പോവുക. വേറെ എന്തെങ്കിലും? ഓക്കെ, ഈ ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലാണ്ട് വേറെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്തൂടെ മോക്ക് പാർലമെന്റിൽ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട അതെല്ലാം ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ഇതിലാണ്. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ഗോസ്. അതായത് നിങ്ങളെ റൂളിംഗ് പാർട്ടി ഒരു ബില്ല് പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കും. ആ ബില്ലിന്റെ ഡിസ്കഷൻ ഇടയ്ക്ക് വെച്ച്, അതായത് ഒരു ലെറ്റ്സ് സേ ഇപ്പൊ നിങ്ങൾ തീരുമാനിക്കുന്നത് 4 മണിക്കൂറിന്റെ മോക്ക് പാർലമെന്റ് ആണെങ്കിൽ ഗിവ് 2 hours ടു ദാറ്റ് ടീം. അതായത് 2 മണിക്കൂർ ആ ബില്ലിന്റെ മേലിൽ. പിന്നെ ഇറ്റ് ഷുഡ് ഗോ ടു ദി റൂൾ ഓപ്പോസിംഗ് പാർട്ടി. അവർക്ക് ബിൽ ഡിസ്കസ് ചെയ്യണോ ഓർ ലൈക്ക് ദേ ക്യാൻ ഈവൻ ബ്രിങ് ക്വസ്റ്റ്യൻസ്. ഒരു ക്വസ്റ്റ്യൻ അവർ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 മണിക്കൂറിന്റെ ഇത് വെക്കാം. ആ സമയത്ത് ഓപ്പോസിംഗ് പാർട്ടീസ് റൂളിംഗ് പാർട്ടിക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വേണമെങ്കിൽ അവർക്ക് അത് പ്രസന്റ് ചെയ്യാം. അങ്ങനെയും ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മോക്ക് പാർലമെന്റ് ഇസ് എ വെരി എൻജോയബിൾ തിങ്. ലൈക്ക് ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് ദ വേ ഇറ്റ് ഷുഡ് സ്റ്റാർട്ട്, ബട്ട് ഇറ്റ് ഷുഡ് എൻഡ് ഹൗ ദി മെമ്പേഴ്സ് വോണ്ട് ടു എൻഡ് ഇറ്റ്. കഴിഞ്ഞ പ്രാവശ്യം ഇറ്റ് വാസ് എ ഫണി തിങ്. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒത്തിരി കൂടുതൽ ആയപ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മയുണ്ട്, റൂളിംഗ് പാർട്ടിയിലെ പ്രൈം മിനിസ്റ്റർ ഗേവ് മീ, ഐ വാസ് എ സ്പീക്കർ, റൂളിംഗ് പാർട്ടിയിലെ പ്രൈം മിനിസ്റ്റർ എനിക്കൊരു ചിട്ട് തന്നു. അതിനകത്ത് എഴുതിയിരുന്നത് പാർലമെന്റ് അപ്പോൾ പിരിച്ചുവിട്ടിരിക്കുകയാണ് ബൈ ദി ഓർഡർ ഓഫ് പ്രസിഡന്റ്. ഇന്ത്യൻ ഗവൺമെന്റ് പാകിസ്ഥാനിലേക്ക് വാർ ഡിക്ലെയർ ചെയ്തു. സോ പാർലമെന്റ് വോണ്ട് ബി ഇൻ സെഷൻ. അങ്ങനെയാണ് ഞങ്ങളെ പാർലമെന്റ് എൻഡ് ചെയ്തത്. സോ ഇറ്റ് ക്യാൻ എൻഡ് എനിവേ. ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദി ഓപ്പോസിഷൻ ആൻഡ് റൂളിംഗ് പാർട്ടി. അപ്പൊ അതിന് മുന്നേ ഉണ്ടായിരുന്ന പാർലമെന്റ് സമയത്ത് ഞങ്ങൾ പിരിച്ചുവിട്ടത് ഓപ്പോസിംഗ് പാർട്ടി വാക്ക് ഔട്ട് ചെയ്ത സമയത്താണ്. They declared they are walking out and that's how we ended the parliament session. So it depends upon the members. Once you are the member, then you can decide how you want to end it. But yeah, there is a time frame. അതായത് 4 മണിക്കൂറിന്റെ സമയമാണെങ്കിൽ 4 മണിക്കൂറിന്റെ സമയം കൊണ്ട് തന്നെ അത് തീർക്കണം എന്നേ ഉള്ളൂ. അത് എങ്ങനെ വേണമെങ്കിലും പോവാം. But starting has to be bill presentation, then question hour, and then whatever you want to do, you can do it. Any more question? I think questions ലേക്ക് പോയാലാണ് കുറച്ചുകൂടി ഇതാവുക. ഓക്കെ, അപ്പോ ഇനി പാർട്ടിസിപ്പൻസിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. മോക്ക് പാർലമെന്റുമായി ബന്ധപ്പെട്ടോ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടോ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഡൗട്ട്സ് വരുന്നതിന് മുന്നേ ലെറ്റ് മീ ജസ്റ്റ് മേക്ക് ഇറ്റ് ക്ലിയർ. അതായത് സിറ്റിംഗ് പൊസിഷൻസ് ഒക്കെ, കാരണം നിങ്ങൾക്ക് മിക്കവർക്കും അറിയാം ഹൗ ദ പാർലമെന്റ് വർക്ക്സ് എന്ന്. എന്നാലും ലെറ്റ് മീ ജസ്റ്റ് ഗിവ് യു എ ബ്രീഫ്. സി നമ്മള് അന്ന് പാർലമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്പീക്കർ ഇരിക്കും. സ്പീക്കർ ഇസ് അറ്റ് ദി സെന്റർ. സ്പീക്കറിന്റെ റൈറ്റ് സൈഡിലായിരിക്കും റൂളിംഗ് പാർട്ടി, ലെഫ്റ്റ് സൈഡിലായിരിക്കും ഓപ്പോസിഷൻ പാർട്ടി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആദ്യം സ്പീക്കർ വന്നിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും സെഷൻ സ്റ്റാർട്ട് ആവുക. സോ സ്പീക്കർ അല്ലാതെ 2 പേര് സ്പീക്കറിന്റെ കൂടെ ഉണ്ടാവും. ദോസ് വിൽ ബി ദി സെക്രട്ടേറിയറ്റ് മെമ്പേഴ്സ് ആൻഡ് ഓൾ. അവരായിരിക്കും ഒഫീഷ്യൽസ്, ക്ലർക്സ് ആൻഡ് ഓൾ. അപ്പം മെമ്പേഴ്സിന് സ്പീക്കറിനോട് സംസാരിക്കണമെങ്കിൽ ഡയറക്റ്റ് സംസാരിക്കാൻ പാടില്ല. They should go through these staff or the members. ഇവരായിരിക്കും വോളണ്ടിയേഴ്സിന് ത്രൂ മാത്രമേ സംസാരിക്കാൻ പറ്റൂ. ആൻഡ് ദാറ്റ് ഷുഡ് ബി ത്രൂ ചിറ്റ്സ്. പിന്നെ ആദ്യം സെഷൻ തുടങ്ങുന്നത് ഷുഡ് ബി വിത്ത് എ സ്പീച്ച് ഓഫ് ഒപ്പോസിംഗ് ലീഡർ. ഒപ്പോസിഷൻ പാർട്ടിയുടെ ലീഡർ ആയിരിക്കും സെഷൻ തുടങ്ങുക. ഹി വിൽ ഗിവ് എ സ്പീച്ച്. ഇപ്പം പാർട്ടിയുടെ ബില്ലാണെങ്കിൽ ബില്ലിനെ പറ്റിയിട്ടുള്ള സ്പീച്ച് വെച്ചായിരിക്കും തുടങ്ങുക. സോ ഹി വിൽ ക്രിട്ടിസൈസ് ദ ബിൽ. If he does not criticize the bill, that means that bill will be passed without any issues. So he has to criticize the bill, and after that, the prime minister will, prime minister or whoever the ruling party decides. Usually, it's a prime minister or the ruling party leader who starts the session next.
and he will present the bill. The bill ഇങ്ങനെയാണ്, ബില്ലിനെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പാർട്ടി, അത് റൂളിംഗ് പാർട്ടി തന്നെ ഡിസൈഡ് ചെയ്യും ആരൊക്കെയാണ് സംസാരിക്കാനുള്ളതെന്ന്. അപ്പം ആരൊക്കെ സംസാരിക്കുന്നതിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് യു ഹാവ് ടു സബ്മിറ്റ്. സെഷൻ ഇരിക്കുന്നതിന് മുന്നേ യു ഹാവ് ടു സബ്മിറ്റ് ദ ലിസ്റ്റ്. റൂളിംഗ് പാർട്ടിയും ഒപ്പോസിഷനും ആസ് വെൽ ആസ് ന്യൂട്രൽസും ദേ ഹാവ് ടു സബ്മിറ്റ് എ ലിസ്റ്റ് ടു ദ സ്പീക്കർ. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഇന്ന ആളൊക്കെയാണ് സംസാരിക്കുന്നതെന്നൊക്കെ. അപ്പം ദിസ് ഇസ് ഹൗ യു ബിഗിൻ. അത് കഴിഞ്ഞിട്ട് there is a speaking order. സ്പീക്കിംഗ് ഓർഡർ നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്ന പോലെയാണ്. there is no difference in that. അപ്പം one will be from ruling party, one will be from the opposition. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും you can decide. That's up to you. Then there will be speaker's importance. സ്പീക്കർ ആണ് ഒരു പാർലമെന്റിലെ എല്ലാം. So usually what happens is that organizers ആണ് സ്പീക്കറിനെ ഡിസൈഡ് ചെയ്ത് പാർലമെന്റിലേക്ക് കൊടുക്കുന്നത്. ഇപ്പൊ ഓർഗനൈസേഴ്സിന് സ്പീക്കറിനെ ഡിസൈഡ് ചെയ്യാൻ പ്ലാൻ ഇല്ലെങ്കിൽ റൂളിംഗ് പാർട്ടിയിൽ ഏറ്റവും മുതിർന്ന ആളാണ് സ്പീക്കർ ആയിട്ട് വരിക. സോ ദ റൂളിംഗ് പാർട്ടി ക്യാൻ ഡിസൈഡ് എനിബഡി ഫ്രം അമംഗ് ദംസെൽസ് ഹു ക്യാൻ ബി ദ സ്പീക്കർ. അങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്പീക്കറിനെ കൊണ്ടുവരാം. സോ സ്പീക്കർ സേ വിൽ ബി ദ ഫൈനൽ. അങ്ങനെയാണ് നോർമലി നമ്മൾ നടത്താറ്. പിന്നെ സ്പീക്കറിന്റെ മെയിൻ റോൾ എന്ന് വെച്ചാൽ ഹി ഹാസ് ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ. സോ ഇപ്പൊ ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മേളമൊക്കെ ഉണ്ടാക്കിയ സ്പീക്കർ യു നോ ഹൗ തിങ്സ് ആർ. സോ അങ്ങനെ വേണം സ്പീക്കറിന് ബിഹേവ് ചെയ്യാൻ. അതുപോലെ തന്നെ ഇഫ് സ്പീക്കർ വാണ്ട്സ് ഹി ക്യാൻ എലിമിനേറ്റ് ലൈക്ക് സസ്പെൻഡ് എനിബഡി ഫ്രം ദ പാർലമെന്റ്. അങ്ങനെയൊക്കെ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തുപറ്റി? ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ലേ? ഹായ്, നമ്മൾ ഈ പോയിന്റ് ഓഫ് ഓർഡർ റേസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ അല്ലേ, പ്രൊസീഡിങ്സ്? പോയിന്റ് ഓഫ് ഓർഡർ റേസ് ചെയ്യുന്ന ഒരു പ്രൊസീഡിംഗ് ഉണ്ടല്ലോ, ഹൗ ഡു യു ഡു ദാറ്റ്? So it depends upon the organizing committee if they really want to do it or not. So usually to save up time, what they do is that you start with the bill and then move on to some other stuff. So it depends upon them if they really want to do it or not. Okay. Sir. Yeah. ഈ മിസലേനിയസ് ആയിട്ട് ബില്ലിൽ അല്ലാണ്ട് ഒരു അവർ കിട്ടിയല്ലേ ചോദിക്കാൻ, വേറെ ക്വസ്റ്റ്യൻസ് മിനിസ്റ്റേഴ്സിനോട് അവരുടെ? അതെ, അതിനെയാണ് പൊതുവെ പറയാറ്. അവിടെ എങ്ങനത്തെ ടോപ്പിക്സ് ആണ് ചോദിക്കാവുന്നത്? അതെങ്ങനെയാ റിസർച്ച് ചെയ്തെടുക്കണേ? എന്ത് വേണമെങ്കിലും ചോദിക്കാം. റൂളിംഗ് പക്ഷെ അത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്ത് റൂളിംഗ് പാർട്ടിക്ക് സെഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ കൊടുക്കണം. അത് ഓർഗനൈസിംഗ് കമ്മിറ്റിക്കാർ പറയും അത് എത്ര ദിവസം മുന്നെയാണ് നിങ്ങൾക്ക് കൊടുക്കാന്നുള്ള സമയം. ആ സമയത്തിന് മുന്നേ യു ക്യാൻ റിസർച്ച് എനിത്തിങ്, യു ക്യാൻ ആസ്ക് എനിത്തിങ്. ഇപ്പം ലാസ്റ്റ് ടൈം കണ്ടംപററി ആവണമെന്നുണ്ടോ? ഇല്ല, നിങ്ങൾക്ക് എന്ത് വേണം ചോദിക്കാം. റൂളിംഗ് പാർട്ടിയോട് റൂളിംഗ് പാർട്ടിയുടെ ഇത് വെച്ച് നിങ്ങൾക്ക് എന്ത് വേണം ചോദിക്കാം. സി ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് പോളിറ്റിക്സ്. നിങ്ങൾക്ക് എന്ത് വേണം, ഇപ്പം 10 വർഷം അത് ഇവര് ഭരിക്കുന്നതിന് മുന്നത്തെ കാര്യങ്ങൾ വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. It depends upon you and your question. How you are going to frame the question and how you are going to ask it. Okay. But then, ipo ningalde question raise cheyna pole thane, if you have evidence like to lead the question, you can submit it to the speaker and you can present it to the members, other members at the same time. So adhe same saanam ningal etra adha oru previous idu veche ningalku kodukendi varum to the ruling party, just in case to be prepared. അവർക്കും പ്രിപ്പയർ ചെയ്യണല്ലോ ഫോർ ആൻ ആൻസർ. അതിന് വേണ്ടിയിട്ട് പിന്നെ പൊതുവെ മോക്ക് പാർലമെന്റ് ഡയറക്ഷൻ പോവാറുണ്ടെന്ന് വെച്ചാൽ ബില്ലൊന്ന് പാസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ അതില് റൂളിംഗ് പാർട്ടിയിലെ മെമ്പേഴ്സ് ഓപ്പോസിഷൻ പാർട്ടീസിലെ മെമ്പേഴ്സിനെയും കൂടി കൺവിൻസ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുക. പക്ഷെ ഓപ്പോസിഷൻ പാർട്ടി ജസ്റ്റ് ഫോർ ദ തിയേറ്ററിക്സ് ഓഫ് ദി മോക്ക് പാർലമെന്റ് ദേ വിൽ ട്രൈ ടു collude with the ruling party members and then have them with them and not try to reject the bill. അത് വോട്ടിംഗിൽ തോപ്പിക്കാനാണ് ശ്രമിക്കുക. അപ്പം നിങ്ങള് മെമ്പേഴ്സ് ടൈറ്റ് ആണെങ്കിൽ
let's say ipo 16 strength ആണെങ്കിൽ പാർലമെന്റിന്റെ if it is 31 and 29 അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി കോമ്പറ്റീഷൻ ടൈറ്റ് ആവും. It will get interesting because then the entire onus will shift to neutrals. രണ്ട് പാർട്ടിയിൽ ന്യൂട്രൽ ആയിട്ടുള്ള ആൾക്കാർ കാണുമല്ലോ, ന്യൂട്രൽ റൂളിംഗ് ആൻഡ് ന്യൂട്രൽ ഓപ്പോസിഷൻ. അപ്പൊ അവരെ കൺവിൻസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മതിക്കാനുള്ള ശ്രമം അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. So it depends upon your opposition can come up with anything. Like it is your creative എന്താ പറയാ freedom. You can come up with anything. Any other questions? സർ, സ്പീക്കറിന് ലിസ്റ്റ് കൊടുത്തവർക്ക് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ? ഇപ്പൊ സ്പീക്കറിന് എല്ലാവർക്കും സംസാരിക്കും? നിങ്ങള് ഓപ്പോസിഷനും റൂളിങ്ങും ആയി കഴിഞ്ഞാൽ നിങ്ങള് തമ്മിൽ തന്നെ ഡിസൈഡ് ചെയ്യാം ആരൊക്കെയാണ് സംസാരിക്കുന്നതെന്ന്. ചിലപ്പം എല്ലാവർക്കും സംസാരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം സമയപരിധി ഉള്ളതുകൊണ്ട് ചിലർക്ക് മാത്രം സംസാരിക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ റൂള് ഡിവൈഡ് ചെയ്യാം. ലൈക്ക് ഓപ്പോസിഷൻ പാർട്ടിയും റൂളിംഗ് പാർട്ടിയിലെയും കുറച്ചു പേർക്ക് വേണമെങ്കിൽ ബില്ലിനെ പറ്റി സംസാരിക്കാം. ബില്ലിനെ പറ്റി സംസാരിക്കുന്നവർക്ക് എല്ലാം ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ റേസ് ചെയ്യാം. പക്ഷെ ക്വസ്റ്റ്യൻസ് റേസ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഗിവ് സം ടൈം ടു ദ റൂളിംഗ് പാർട്ടി, അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പം ചില സമയത്ത് ചില ക്വസ്റ്റ്യൻസ് അവിടെ വെച്ച് തോന്നാം, നിങ്ങൾക്ക് എന്താ പറയാ മോക്ക് പാർലമെന്റ് ഇടയ്ക്ക് വെച്ച് ദാറ്റ് യു ക്യാൻ ജസ്റ്റ് ആസ്ക്. ചുമ്മാ ഇങ്ങനെ കയറി സംസാരിക്കാനൊന്നും റൂള് സമ്മതിക്കില്ല. ബട്ട് ദെൻ യു ക്യാൻ, ഇറ്റ് ഡിപെൻഡ്സ് യുനോ, നിങ്ങൾക്ക് കയറി സംസാരിക്കുകയൊക്കെ ചെയ്യാം. ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദ സ്പീക്കർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചിട്ട് കൊടുത്ത് വേണമെങ്കിൽ സ്പീക്കറിന്റെ പെർമിഷൻ വാങ്ങിക്കാം, എനിക്ക് ഇങ്ങനെ സംസാരിക്കണമെന്ന്. That may not be, on the bill or any question. You can speak anything. That depends upon the speaker. Okay, sir. Thank you. സർ, ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അതിന് ശരിയായ ഉത്തരങ്ങൾ നൽകണമെന്നില്ലല്ലോ? ഐഡിയലി അങ്ങനെ ആയിരിക്കണം എന്നുണ്ട്, പക്ഷെ അങ്ങനെ നടക്കാറില്ലല്ലോ. സോ ഇറ്റ് ഡിപെൻഡ്സ് upon them. റൂളിംഗ് പാർട്ടിയുടെ ഇതാണ്, അവർക്ക് എന്ത് വേണോ ആൻസർ ചെയ്യാം. അവർക്ക് വേണമെങ്കിൽ ഇപ്പം നമ്മുടെ പാർലമെന്റ് നടക്കുന്ന പോലെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നെഹ്റുവിനെ വരെ എടുത്തുകൊണ്ട് വരാം. അത് അവരുടെ ഒരു ഫ്രീഡം ആണ്, അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അവര് തെറ്റായ ആൻസേഴ്സ് പറഞ്ഞാൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അല്ലല്ലോ, ഓഫ്കോഴ്സ് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കാം. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പേപ്പർ അറിയാം. നമ്മള് നോർമൽ പാർലമെന്റിൽ നടത്താൻ എന്ത് വേണം നിങ്ങൾക്ക് ചെയ്യാം. യു ഹാവ് ദാറ്റ് ഫ്രീഡം. പക്ഷെ വാലന്റ് ആവരുതെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കളിയാക്കാം. There was an instant, where last time members സ്പീക്കറിന്റെ മുന്നിൽ വന്ന് കുത്തിയിരിപ്പ് സമരം വരെ നടത്താൻ ശ്രമിച്ചു. So all these things you can do. It's all part of the theatrics. ചേട്ടാ നമസ്കാരം. അപ്പം ഇതിനകത്ത് എന്തെങ്കിലും സ്പെസിഫിക് കീവേഡ്സ് ഉപയോഗിക്കാറുണ്ടോ? നേരത്തെ ഒരാൾ പോയിന്റ് ഓഫ് ഓർഡറിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് ടേംസ് വെച്ചാണോ ഓരോ ആക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത്? അങ്ങനെ പെർട്ടിക്കുലർ ആയിട്ടൊന്നുമില്ല. അൺപാർലമെന്ററി ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. വി ആർ വെരി ലീനിയന്റ്. മോക്ക് പാർലമെന്റ് ഭയങ്കര ലീനിയന്റ് ആണ്. റൂൾസ് പ്രകാരം ഒന്നുമല്ല നമ്മൾ പോകുന്നത്. വി ആർ ജസ്റ്റ് യു ക്യാൻ സ്റ്റാർട്ട്. ഇപ്പൊ ക്വസ്റ്റ്യൻ അവർ ആണെങ്കിൽ യു ക്യാൻ യൂസ് ദ പ്രോപ്പർ വേർഡ്സ്. അങ്ങനെ നമ്മൾ അങ്ങനെ ടേംസ് ഫിക്സ്ഡ് ആയിട്ടുള്ള ടേംസ് ഒന്നുമില്ല. ഓക്കെ, താങ്ക് യു. ഇനി എന്തെങ്കിലും സംശയമുണ്ടോ ആർക്കെങ്കിലും? സർ, ഇപ്പോ അൺപാർലമെന്ററി വേർഡ്സിനെ കുറിച്ച് പറഞ്ഞില്ലേ, അത് ഏതൊക്കെ വേർഡ്സ് ആണെന്നുള്ളത് കമ്മിറ്റിയുടെ തീരുമാനമാണ്, അല്ലെങ്കിൽ എഫക്റ്റീവ് ഉള്ള കാര്യങ്ങളാണോ? അൺപാർലമെന്ററി വേർഡ്സ് കമ്മിറ്റിയുടെ തീരുമാനമല്ല. യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ഇൻ വെബ്സൈറ്റ്. അൺപാർലമെന്ററി ആയിട്ടുള്ള വേർഡ്സ്, അതായത് there's a list of unparliamentary words which is already present. നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരാളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ അബ്യൂസീവ് ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് എ ജനറൽ തിങ്. അങ്ങനെ നടക്കാറില്ല പൊതുവെ മോക്ക് പാർലമെന്റിൽ. സോ ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ യു ആൻഡ് ദ സ്പീക്കർ. ഇറ്റ്സ് എ സ്പീക്കർ ഹു വിൽ ഡിസൈഡ് അന്ന് എന്തൊക്കെയാണ് അൺപാർലമെന്ററിയും പാർലമെന്ററിയും ഒക്കെ. അല്ല, ചോദിക്കാൻ കാരണം ഇപ്പൊ നിലവിൽ കള്ളൻ അതൊക്കെ അൺപാർലമെന്ററി ആണല്ലോ. അതാ ഞാൻ പറഞ്ഞേ. So there is already a list of words that Parliament has already decided. So അത് നമുക്ക് പറയാൻ പറ്റില്ല. That will be depend upon the
സ്പീക്കർ. അപ്പൊ അങ്ങനെ ആരും അത്രയ്ക്കൊന്നും പോകാറില്ല. കാരണം ഇപ്പൊ പാർലമെന്റിൽ തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷയമൊന്നും ഉണ്ടാവാറില്ല. അതുപോലെ തന്നെ മോക്ക് പാർലമെന്റിലും നിങ്ങൾ പറയുന്ന അബ്യൂസീവ് വേർഡ്സ് യൂസ് ചെയ്തൊക്കെ കഴിഞ്ഞാൽ മാത്രമേ നെഗറ്റീവ് പോയിന്റ്സ് ഉള്ളൂ. ഇഫ് യു യൂസ് എനി അബ്യൂസീവ് പോയിന്റ്സ് ഓർ യു ത്രെറ്റൻ, അതായത് പേഴ്സണലി ത്രെറ്റൻ ചെയ്യാണ്, നിന്നെ പുറത്തു വന്ന് കണ്ടോളാം എന്നൊക്കെ പറയുമ്പോൾ മാത്രമേ ഉള്ളൂ നെഗറ്റീവ് വേർഡ്സ്, നെഗറ്റീവ് പോയിന്റ്സ്. ഇല്ലെങ്കിൽ നെഗറ്റീവ് പോയിന്റ്സ് ഒന്നും അങ്ങനെ കൊടുക്കാറില്ല. നിഖിലേട്ടാ, അതുപോലെ അനുവദിക്കുന്ന സമയം ക്ലിയർ ആവുന്നില്ല. ബ്രേക്ക് ആവുന്നുണ്ട്. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടാ മതി ക്വസ്റ്റ്യൻ. ഇപ്പൊ പറയുന്നത് ബ്രേക്ക് ആവുന്നുണ്ടോ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഇല്ല ഇല്ല. നീലേട്ടാ, നമ്മളെ റൂളിംഗ് പാർട്ടിക്കും ഓപ്പോസിഷൻ പാർട്ടിക്കും ഒക്കെ കൊടുക്കുന്ന ടൈമിന്റെ പ്രൊപ്പോർഷൻ കാര്യങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് റെഗുലേഷനോ കാര്യങ്ങളോ, അതായത് ഓപ്പോസിഷൻ ലീഡർക്ക് ഇത്ര സമയം എന്നുള്ളതിന് അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളോ, പ്രൈം മിനിസ്റ്റർക്ക് സംസാരിക്കാൻ ആ ടൈമിന്റെ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? യൂഷ്വലി 5 minutes ആണ് കൊടുക്കാറ്. പക്ഷെ ഓപ്പോസിഷൻ പാർട്ടി ലീഡർ സംസാരിക്കുന്ന സമയത്ത് ആരും ബ്രേക്ക് ചെയ്യാറില്ല. ദാറ്റ് ഇസ് ദ മ്യൂച്വൽ റെസ്പെക്ട് ദാറ്റ് ഇസ് ഗിവൻ ടു ഓപ്പോസിഷൻ ലീഡർ. അദ്ദേഹം സംസാരിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ 10 minutes വരെ ഉള്ളൂ ടൈം, ബട്ട് ദെൻ ആരും സ്റ്റോപ്പ് ചെയ്യാറില്ല. ഇറ്റ്സ് ഔട്ട് ഓഫ് റെസ്പെക്ട്. അതുപോലെ തന്നെ റൂളിംഗ് പാർട്ടി സംസാരിക്കാൻ നേരത്തെ വേണമെങ്കിൽ ഓപ്പോസിഷൻ പാർട്ടിക്ക് ബഹളമൊക്കെ ഉണ്ടാക്കാം. പക്ഷെ ഓപ്പോസിഷൻ ലീഡർ സംസാരിക്കുന്ന സമയത്ത് റൂളിംഗ് പാർട്ടി മിണ്ടാതിരിക്കണം എന്നാണ് ഒരു, എന്താ പറയാ, ഒരു കസ്റ്റം. ഡിപ്പെൻസ്. പിന്നെ നിങ്ങളുടെ സമയം പോലെ ഇരിക്കും. നിങ്ങളെ ടൈം കൊടുക്കുന്നതൊക്കെ നിങ്ങളാണ്. ഓർഗനൈസിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ അങ്ങനെയാണ് എത്ര സമയമാണ് കൊടുക്കേണ്ടത് ഡിവൈഡ് ചെയ്ത്. ഇപ്പൊ 2 hours ആണെങ്കിൽ ഓരോ സ്പീക്കറിന് 5 minute മാക്സിമം കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ 5 minute എക്സ്റ്റെൻഡ് ചെയ്യണോ വേണ്ടയോ എന്നാണ് സ്പീക്കർ തീരുമാനിക്കുക. ഇപ്പൊ 5 minute സംസാരിച്ച് കഴിഞ്ഞിട്ട് ദാറ്റ് മെമ്പർ ക്യാൻ റിക്വസ്റ്റ് സ്പീക്കർ ടു എക്സ്റ്റെൻഡ് ദ ടൈം. അങ്ങനെയാണെങ്കിൽ സമയം കൊടുക്കാം. ഇപ്പം സമയം വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീക്കർ പറയുകയാണെങ്കിൽ നിർത്തിക്കോ, സമയമായി, എന്നിട്ട് അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഹി ക്യാൻ സ്വിച്ച് ദ മൈക്ക് ഓഫ്. അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അങ്ങനെ ട്രൈ ചെയ്തു, പക്ഷെ നടക്കാറില്ല. ദ സ്പീക്കർ വിൽ കീപ് ഓൺ സ്പീക്കിംഗ്. ദാറ്റ്സ് ഹൗ, ലൈക്ക് ഇൻ പാർലമെന്റ് ഓൾസോ ദാറ്റ്സ് ഹൗ ഇറ്റ് ഗോസ്. അപ്പൊ സമയം നമുക്ക് ലിമിറ്റ് ചെയ്യാൻ, പക്ഷെ എത്ര സമയം കൂടുന്നു അത്രയും നെഗറ്റീവ് പോയിന്റ്സ് വരും എന്നുള്ള വേണമെങ്കിൽ റൂൾ കൊണ്ടുവരാം. അത്രേ ഉള്ളൂ. ഓക്കെ. There's a question, ruling party സിംഗിൾ മെജോറിറ്റി ആണോ അതോ കോalition ആണോ? ഐഡിയലി ഇറ്റ് ഷുഡ് ബി കോalition. സിംഗിൾ പാർട്ടി ആയിട്ട് വരില്ല. അത് മെജോറിറ്റി, ഇപ്പം നമ്മുടെ യൂണിയൻ ഗവൺമെന്റ് ആണെങ്കിൽ സിംഗിൾ പാർട്ടി മെജോറിറ്റി ആണ്. പക്ഷെ അതെങ്ങനെയാണ് ഓർഗനൈസിംഗ് കമ്മിറ്റി എങ്ങനെ വെക്കുന്നത് എനിക്കറിയില്ല. സോ യു ഷുഡ് ആസ്ക് ദി ഓർഗനൈസേഴ്സ്. ഓർഗനൈസിംഗ് ടീമിനും വിചാരിച്ചിരിക്കുന്നത് സിംഗിൾ പാർട്ടി അല്ലാണ്ട് ഒരു പാർട്ടി മെജോറിറ്റി പാർട്ടിയും പ്ലസ് അലയൻസും ഉണ്ടായിരിക്കും റൂളിംഗ് പാർട്ടിയിൽ. അതെ, അങ്ങനെയാണ് ഐഡിയൽ. ലാസ്റ്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹോസ്റ്റേഡ് ഒക്കെ നടത്താൻ വേണമെങ്കിൽ പുറത്തുകൂടെ, അതായത് ഇത്രയും രൂപ തരാം ഞങ്ങളുടെയിലേക്ക് ഇങ്ങോട്ടേക്ക് ചാടിയേക്ക് എന്നൊക്കെ. That is all part of the theatrics and you can do that. No issues. വേറെ എന്തെങ്കിലും? ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഓക്കെ, അപ്പൊ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സ് എഴുതി ഇടാവുന്നതാണ്. ഒരു 1 minute നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ.
ഓക്കെ, അപ്പോ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ഏകദേശം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യാം. നിഖിലേട്ടാ, കൺക്ലൂഡ് ചെയ്യാം നമുക്ക് പ്രോഗ്രാം. Sure. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ദി മെമ്പേഴ്സ്. അവർക്ക് കേൾക്കാൻ പറ്റാത്തതാണെങ്കിൽ they can contact me also. No issues. ഷുവർ. അപ്പോ നമുക്ക് മോക്ക് പാർലമെന്റുമായി ബന്ധപ്പെട്ട ഏകദേശം എല്ലാ ഡൗട്ടുകളും ഈ ഒരു ടൈമിൽ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എനിക്കുണ്ടായിരുന്ന ഒരുപാട് സംശയങ്ങൾ ഇപ്പൊ ക്ലിയർ ആയി. സോ ഒഫീഷ്യലി നിഖിലേട്ടന് നന്ദി പറയാൻ വേണ്ടിയിട്ട് വൃന്ദയെ ക്ഷണിക്കുന്നു. ഓഡിബിൾ ആണോ? ഹലോ. യെസ്, ഓഡിബിൾ ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ലോ കോളേജിലെ കുറച്ച് നാൾക്ക് ശേഷം വീണ്ടും ഒരു മോക്ക് പാർലമെന്റ് നടത്തുകയാണ്. അപ്പോൾ ഇപ്രാവശ്യം നടത്തുന്നത് SFI യൂണിറ്റിന്റെ നേതൃത്വത്തിലുള്ള ഭഗത് സിംഗ് സ്റ്റഡി സർക്കിളാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു ഇൻഡക്ഷൻ ക്ലാസ്സിലൂടെ നോ മോർ അബൌട്ട് മോക്ക് പാർലമെന്റ് എന്നുള്ളൊരു ഈ ഇൻഡക്ഷൻ ക്ലാസ്സിലൂടെ എല്ലാവർക്കും ഏകദേശം ഒരു ധാരണ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെയാണ് പ്രൊസീഡിങ്സ് ഒക്കെ കൈകാര്യം ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള ഒരു ധാരണയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അധികം ദീർഘിപ്പിക്കാതെ ഞാൻ എൻ്റെ ഡ്യൂട്ടിയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ മോക്ക് പാർലമെന്റ് നടത്തുന്നത്, അത് ഇനിഷ്യേറ്റീവ് എടുത്ത് അത് ഓർഗനൈസ് ചെയ്യുന്ന ഭഗത് സിംഗ് സ്റ്റഡി സർക്കിളിനോട് ആദ്യം തന്നെ നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് എൻ്റെ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ഫവാസിനോടും അനഘയോടും നന്ദി പറയുകയാണ്. ബാക്കി എല്ലാ കോർഡിനേറ്റേഴ്സിനോടും അതെ. പിന്നെ നമുക്ക് ഈ ഇൻഡക്ഷൻ ക്ലാസ് എടുത്തു തന്ന, നമുക്ക് ബാക്കിയെല്ലാം പറഞ്ഞു തന്ന അഡ്വക്കേറ്റ് നിഖിലിനോട് നന്ദി പറയുകയാണ്. പിന്നെ ഈ സെഷനിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരോടും പിന്നെ പാർട്ടിസിപ്പൻസിനോടും അതെ നന്ദി പറയാണ്. മോക്ക് പാർലമെന്റ് എങ്ങനെ ഇനി പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് നമ്മുടെ കയ്യിലാണ്. അപ്പോൾ എല്ലാവരും പ്രിപ്പയർ ചെയ്യാം. നമുക്കിനി വേഗം മോക്ക് പാർലമെന്റ് കാണാം. അപ്പോൾ വീണ്ടും എല്ലാവർക്കും ഒന്നുകൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു വൃന്ദ. അപ്പൊ നിഖിലേട്ട ഒരു വണ്ടർഫുൾ സെഷൻ ആയിരുന്നു. അപ്പോൾ ഇതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തതിന്, ഞങ്ങളുടെ കൂടെ കൂടിയതിന് ഒന്നുകൂടെ നന്ദി പറയുന്നു. സ്റ്റഡി സർക്കിളിന് വേണ്ടിയിട്ടും SFI യൂണിറ്റ് കമ്മിറ്റിക്ക് വേണ്ടിയിട്ടും ഒന്നുകൂടെ നന്ദി പറയുന്നു. ഒപ്പം ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവരോടും നന്ദി പറയുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കാം, അല്ലെങ്കിൽ നിഖിലേട്ട നമ്പർ തരാം. സോ യു ക്യാൻ കോൺടാക്ട് ഹിം ഡയറക്ട്ലി. സോ താങ്ക് യു ചേട്ടാ. Thank you so much for inviting me for this session. Thank you, Nikhil. Thank you. I hope എല്ലാവർക്കും ഡൗട്ട്സ് ക്ലിയർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഒഫീഷ്യലി പ്രോഗ്രാം അവസാനിച്ചതായി അറിയിക്കുന്നു. താങ്ക് യു.